സോ ട്രാൻസിസ്റ്റേഴ്സ് ജനറലി നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് അത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് ജനറൽ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു. സോ ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാത്ത ഓക്കെ. ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. കാണാമല്ലോ അല്ലേ? ഓക്കെ, ട്രാൻസിസ്റ്റർ. ഓക്കെ, ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇറ്റ്സ് എ 3 ടെർമിനൽ ഡിവൈസ്. ഏതൊക്കെയാണ് ആ ടെർമിനൽ എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈവൻ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വി നോ ദാറ്റ് കളക്ടർ, എമിറ്റർ, ബേസ് ആണ് അതിൻ്റെ 3 ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ജനറൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ അതായത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബൈപോളാർ ഡിവൈസസും ഉണ്ട്, യൂണിപോളാർ ഡിവൈസസും ഉണ്ട്. ബൈപോളാർ ഡിവൈസ് ആൻഡ് യൂണിപോളാർ ഡിവൈസ് ഉണ്ട്. ഈ യൂണിപോളാർ ഡിവൈസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് FET, UJT, SCR, അതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് FET ഒക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ UJT ഉണ്ട്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, SCR ഉണ്ട്, അതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഇതുണ്ട്. ബൈപോളാർ ഡിവൈസിനെയാണ് നമ്മൾ BJT എന്ന് കോമൺലി പറയുന്നത്. UJT, FET, SSR, MOSFET, SCR, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു കോമൺലി ഒരു ട്രാൻസിസ്റ്ററിനെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ കോമൺലി വെറുതെ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJTനെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. എന്തുകൊണ്ടാണ് അതിന് ബൈപോളാർ എന്ന് പറയുന്നത് എന്ന് ഓർത്ത് ചെയ്യേണ്ടി, അതിൽ കറണ്ട് ക്യാരിയിങ് എന്ന് പറയുന്നത്, അതിലൂടെയുള്ള കറണ്ട് ഈ ഡിവൈസുകളെല്ലാം ചെയ്യുന്നത്, ഈ സെമി കണ്ടക്ടർ ഡിവൈസ് എല്ലാം ചെയ്യുന്നത് അതിലൂടെയുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓക്കെ, സാധാരണ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ ഡിവൈസിൻ്റെ ഇൻസുലേറ്റർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടക്ടർ വെറുതെ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡിവൈസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കറണ്ടിൻ്റെ കൺട്രോളിങ് ഡിഫിക്കൽട്ടാണ്. ബട്ട് ഈ സെമി കണ്ടക്ടർ ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ നമുക്ക് ഡോപ്പിംഗ്, അതിൻ്റെ മിക്സിങ്, അതിൻ്റെ എല്ലാം വെച്ചിട്ട് കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ സെമി കണ്ടക്ടറും തന്നെ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സാണ് നമ്മൾ 99% ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ PN ജംഗ്ഷൻ ഡയോഡ് പഠിച്ചു, അതിനകത്ത് P ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്താണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു 3 ടെർമിനൽ ഡിവൈസാണ്. അപ്പോൾ അതായത് അതിനകത്ത് 2 ജംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് 2 ഡയോഡ്സുകൾ കൂടിച്ചേരുന്ന പോലെയാണ്. ഞാൻ അതിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്, അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ബോത്ത് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് മൂലമാണ്. മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിലൂടെയുള്ള കറണ്ടിന്. ബട്ട് നമുക്ക് ഡയോഡിലേക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഡയോഡ് ഐഡിയൽ കേസിലൊക്കെ പറയുമ്പോൾ ഡയോഡിലുള്ള കറണ്ട് എന്ന് പറയുന്നത് മെജോറിറ്റി കാരിയേഴ്സ് മൂലം മാത്രമാണ് ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത് അതിനകത്ത് മൈനോറിറ്റി കാരിയേഴ്സ് മൂലമാണ്. പക്ഷേ ആ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം ഒരു നമ്മൾ ട്രാൻസിസ്റ്റർ പറയുമ്പം 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ നമ്മൾ രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. വി ക്യാൻ ഹാവ് NPN ട്രാൻസിസ്റ്റർ ആൻഡ് PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, ഞാൻ പറഞ്ഞു 2 ജംഗ്ഷനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒരു PN ജംഗ്ഷനുണ്ട്, NPN ട്രാൻസിസ്റ്ററിൽ ഒരു PN ജംഗ്ഷനുണ്ട്, വേറൊരു PN ജംഗ്ഷനുണ്ട്. ഓക്കെ, സോ ഈ N എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം 2 PN ജംഗ്ഷനുണ്ട്, ഒരു NP ജംഗ്ഷനുണ്ട്, ഒരു NP ജംഗ്ഷനുണ്ട്.
സോ വി ക്യാൻ ഹാവ് 2 PN ജംഗ്ഷൻ. പറഞ്ഞു. യൂണിപോളാറിൽ നമ്മൾ എല്ലാത്തിനകത്തും ഇങ്ങനെയുണ്ട്. ഇപ്പോൾ FET ആണെങ്കിൽ നമ്മൾ FET പറഞ്ഞു കഴിഞ്ഞാൽ N ചാനൽ FET ഉണ്ട്, P ചാനൽ FET ഉണ്ട്. മോസ്ഫെറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുകൊണ്ട് ഇതുപോലെ തന്നെ ചാനൽ. അപ്പം എല്ലാ ഡിവൈസിനകത്തും ഈ 2 ക്ലാസിഫിക്കേഷനുണ്ട്. UJT ആണെങ്കിലും ഉണ്ട്, N ടൈപ്പ് UJT ഉണ്ട്, P ടൈപ്പ് UJT ഉണ്ട്. ജനറലി എല്ലാ ട്രാൻസിസ്റ്ററിലും, അതായത് അതിൻ്റെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്താണെന്ന് വെച്ചിട്ടാണ് അത് പറയുന്നത്. മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് N ചാനലായിരിക്കും, മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണെങ്കിൽ അത് P ചാനലായിരിക്കും. ആ ഒരു ടൈപ്പിലായിരിക്കും പറയുന്നത്. എല്ലാത്തിനകത്തും ഈ 2 ടൈപ്പ് ഉണ്ട്. പക്ഷേ കോമൺലി, ഞാനിതിപ്പോൾ ഡൗട്ട് ചോദിച്ച കാരണം ഞാൻ പറയുകയാണ്, കോമൺലി നമ്മൾ എല്ലാത്തിനകത്തും തന്നെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോൺസ് മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് വരുന്ന ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം NPNൽ 2 ഇലക്ട്രോൺസ്, 2 N ടൈപ്പ് മെറ്റീരിയലാണുള്ളത്. ഇവിടെ PNPയിൽ 2 P ടൈപ്പാണുള്ളത്. ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് ടൈപ്പ് മെറ്റീരിയൽ കൂടുതലുള്ളതാണ്. അതായത് നെഗറ്റീവ് ടൈപ്പ് മെറ്റീരിയലാണ് ഡിവൈസുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ കാരണം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇലക്ട്രോൺസ് മെജോറിറ്റി ക്യാരിയേഴ്സ് ആയി കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഹോൾസിൻ്റെ ഫ്ലോയുടെ വെലോസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഹോൾസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ വേക്കൻസിയാണ്, ബാലൻസ് ഷെല്ലിലുള്ള വേക്കൻസിയാണ്. ഇലക്ട്രോൺസിൻ്റെ വേക്കൻസി മൂലം ഉണ്ടാകുന്ന കറണ്ടാണ്. അപ്പോൾ അതിന് വെലോസിറ്റി കുറവായ കാരണം അതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഓൾമോസ്റ്റ് എല്ലാ P ടൈപ്പ് മെറ്റീരിയൽ, മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് വരുന്ന എല്ലാ മെറ്റീരിയലിനും അതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനിലും തന്നെ N ടൈപ്പ് ഡിവൈസാണ്. സം പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ മാത്രമാണ് നമ്മൾ P ടൈപ്പ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ NPNൽ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ കളക്ടർ, ബേസ്, എമിറ്റർ 3 ടെർമിനലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് സിംബോളിക്കായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങളെല്ലാവരും തന്നെ സ്കൂൾ ലെവലിൽ വരെ കണ്ടിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് NPN ആൻഡ് ആരോ ഉള്ള ഭാഗമാണ് എമിറ്റർ, സെൻറ്റർ ഭാഗമാണ് ബേസ്, ആൻഡ് ദിസ് ഈസ് കളക്ടർ. ആൻഡ് ഇൻ PNP സിമിലർ സിമ്പിളാണ്, ഓൺലി ദ ആരോ മാർക്ക് വിൽ ബി ഡിഫറെൻറ്റ്. ആരോ മാർക്ക് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഡിവൈസിൻ്റെ ഉള്ളിലേക്കാണ്, ഡിവൈസിൻ്റെ പുറത്തേക്കാണ് PNPയിൽ വരുന്നത്. ദിസ് ഈസ് കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ. ഓക്കെ, ഇത് സൂചിപ്പിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിൽ എമിറ്ററിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, PNP ട്രാൻസിസ്റ്ററിൽ എമിറ്ററിലേക്ക് കറണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആരോ മാർക്കുള്ളതാണ് എമിറ്ററായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ 3 ടെർമിനൽ ഡിവൈസ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ we can draw like this. Collector, base and emitter. Okay, so we know that this is N type material, this is P type material, and this is also N type material. Okay, so we can have a PN junction diode ആയിട്ട് ഇത് ചെയ്യുക. So we can have another PN junction. So it is like this. So this is collector, base, emitter. ഇവിടെ ഒരു ജംഗ്ഷനാണ്, ബേസ് എമിറ്റർ ജംഗ്ഷനാണ്. അതിന് നമുക്കൊരു ഡയോഡ് വെച്ചിട്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ബേസ് കളക്ടർ ജംഗ്ഷനാണ്, അവിടെ ഒരു ഡയോഡ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. സോ ഓൾമോസ്റ്റ് ഈ ഈക്വലൻറ്റ് സർക്യൂട്ടായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ
സോ ഞാൻ ഓരോ റീജിയൻ പറയാം. റീജിയൻ എന്ന് പറയുന്നത് കളക്ടർ റീജിയൻ ഉണ്ട്, ബേസ് റീജിയൻ ഉണ്ട്, ആൻഡ് എമിറ്റർ റീജിയൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഡോപ്പിംഗ് കോൺസെൻട്രേഷനും സൈസും ഡിഫറൻ്റ് ആയിരിക്കും. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അത് എന്തിനു വേണ്ടിയിട്ടാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്, അത് ആ ഉപയോഗം ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനും സൈസും വെച്ചിരിക്കുന്നത്. ഓക്കെ, കളക്ടറിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിട്ടുള്ളൊരു ഡോപ്പിംഗ് കോൺസെൻട്രേഷനാണ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയം ഒരു ഡോപ്പിംഗ് കോൺസെൻട്രേഷനാണ് വയ്ക്കുന്നത്. ആൻഡ് ഇറ്റ് സൈസ് ഈസ് വെരി ലാർജ് സൈസാണുള്ളത്. ഇതിനൊക്കെ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണുള്ളത്. ആൻഡ് സൈസ് ഈസ് വെരി മിനിമം, സ്മോൾ. ആൻഡ് എമിറ്റർ റീജിയൻ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഈസ് highly concentrated and its size is moderate, medium size ആണ് വരിക. ഓക്കെ, സോ ഈ കളക്ടർ റീജിയനിൽ സൈസ് ലാർജ് ആക്കാൻ കാരണം ഈ കളക്ടർ റീജിയൻ്റെ ഓരോ റീജിയനും ഓരോരോ സ്പെഷ്യൽ പർപ്പസ് ആണുള്ളത്. കളക്ടർ റീജിയനാണ് എമിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതാണ് അതിനെ എമിറ്റ് ചെയ്യുന്നത്. എന്താണോ കാരിയേഴ്സ് ഉള്ളത്, ഇപ്പം NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ സോഴ്സ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് എമിറ്റർ റീജിയനാണ്. ഓക്കെ, ഈ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി കാരിയേഴ്സിനെ കളക്ട് ചെയ്യുന്ന റീജിയനാണ് കളക്ടർ റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് ലാർജ് ആക്കി വെച്ചേക്കുന്നത്. അതായത് ഈ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അതിനെ സ്റ്റോർ ചെയ്യാൻ ഒരു ഏരിയ വേണം. അല്ലെങ്കിൽ എന്താണ്, അത് കൂടുതൽ ഹീറ്റ് വന്ന് അതിനകത്ത് ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് കൊളീഷനൊക്കെ വന്നിട്ട് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കളക്ട് ചെയ്യാൻ പാകത്തിന് കുറച്ച് വലിയ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കളക്ടർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എമിറ്റർ റീജിയനിൽ നിന്നാണ് ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ്, ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുന്നത് എമിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കാരണം അതിനകത്തുനിന്ന് അതിന് മാത്രം ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യാനായിട്ട് വേണം. അതുകൊണ്ടാണ് അതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബേസ് റീജിയൻ എന്ന് പറയുന്നത്, ആ ബേസ് റീജിയനാണ് ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടത്തുന്നത്, കൺട്രോൾ ചെയ്ത് കളക്ടറിലേക്ക് വരുത്തുന്നു. അപ്പോൾ അതാണ് കൺട്രോൾ ചെയ്യുന്നത്. എത്രമാത്രം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ടിൻ്റെ ഫ്ലോ ആണ്. എത്രമാത്രം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം, എത്രമാത്രം കറണ്ടിനെ അനുവദിക്കണം, കളക്ടറിലേക്ക് പോകാനായിട്ട് അനുവദിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ബേസ് റീജിയനാണ്. അപ്പോൾ ബേസ് റീജിയൻ സാധാരണ നമ്മളിങ്ങനെ പറയുമ്പം ഇപ്പോൾ കളക്ടർ റീജിയൻ എന്ന് പറയുന്ന ഒരു വാട്ടർ ടാങ്ക് പോലെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ റെപ്രസെൻറ്റേഷൻ വളരെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ല, പക്ഷെ നമ്മൾ ഈ സ്കൂൾ ലെവലിലൊക്കെ പറയുമ്പം നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. സോ ദിസ് ഈസ് ലൈക്ക് എ വാട്ടർ ടാങ്ക്. ഒരു ടാങ്ക് വെച്ചിട്ട് സോ വി ക്യാൻ ഹാവ് എ ടാപ്പ്. നമുക്കൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പിലൊരു നമ്മളൊരു വാൽവ് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വാൽവ്. ആൻഡ് ഒരു ബക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. വി ക്യാൻ ഹാവ് എ ബക്കറ്റ് ടു കളക്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ബക്കറ്റ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ വി ക്യാൻ ഹാവ് എ tank is nothing but emitter and bucket is nothing but collector and valve is nothing but base. അപ്പം ഈ വാട്ടറിൻ്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ വാൽവിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പോൾ വാൽവ് എന്തോരം തുറന്ന് വെച്ചിരിക്കുന്നു എന്നൊക്കെ വെച്ചിട്ടാണ് ഇതിലൂടെ നമുക്ക് വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെയാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം എമിറ്ററിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ബക്കറ്റിനകത്തായിട്ട് പോകാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരിതാണ് വാൽവ് എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിമിലറാണ്. നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയോ?
എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, ഈ വെള്ളത്തിന് പകരം കറണ്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഈ ഐഡിയ? ഓക്കെ. സോ ഞാൻ പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് ജംഗ്ഷൻ ആണുള്ളത്. എമിറ്റർ ബേസ്ഡ് ജംഗ്ഷനുണ്ട്, അതുപോലെ തന്നെ കളക്ടർ ബേസ്ഡ് ജംഗ്ഷനുണ്ട്. ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 2 ജംഗ്ഷനാണുള്ളത്. ഈ 2 ജംഗ്ഷൻ നമുക്ക് 4 ടൈപ്പ് ബയാസിങ് നടത്താനായിട്ട് പറ്റും. 2 ജംഗ്ഷൻ ഉണ്ടെങ്കിൽ 4 ടൈപ്പ് ബയാസിങ് നടത്താം. കാരണം നമ്മൾ ഒരു ഡയോഡാണുള്ളത്, ഇവിടെ 2 ഡയോഡാണുള്ളത്. കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഡയോഡാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഫോർവേഡ് ബയാസ് നടത്താം, റിവേഴ്സ് ബയാസ് നടത്താം. അതുപോലെ തന്നെ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ആണുള്ളത്, അത് ഫോർവേഡ് ബയാസ് നടത്താം, റിവേഴ്സ് ബയാസ് നടത്താം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഓരോരോ സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബയാസിങ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പം ഡയോഡ് ബയാസിങ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഏതാണ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഡയോഡ് നമ്മൾ സാധാരണ റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നടത്തും. അപ്പോൾ എന്താണ്, ഫോർവേഡ് ബയാസിന് മാത്രമാണ് അത് കണ്ടക്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ട്രാൻസിസ്റ്ററുകൾ നമ്മൾ ബയാസിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എക്സ്റ്റേണൽ സോഴ്സ് കൊടുത്തിട്ട് എന്നാൽ മാത്രമാണ് അതിൻ്റെ വർക്കിംഗ് നടത്തുള്ളൂ. അപ്പം അതെങ്ങനെയാണ് ബയാസിങ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ബയാസിങ് ആണുള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് EB ജംഗ്ഷനുണ്ട്, എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ. അതുപോലെ തന്നെ CB ജംഗ്ഷനുണ്ട്, കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ. റീജിയൻ ഓഫ് ഓപ്പറേഷൻ, ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് ദിസ് ആപ്ലിക്കേഷൻ? ഓക്കെ. എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ 2 ഫോർവേഡ് ബയാസ് ആണെന്ന് വിചാരിക്കുക. ഫോർവേഡ് ബയാസ് and that is indicated by FB. 2 ഫോർവേഡ് ബയാസ് ആണെന്ന് വിചാരിക്കുക, FB ആണെന്ന് വിചാരിക്കുക. Then that region of operation is known as saturation region of operation. കാരണം 2 ഫോർവേഡ് ബയാസ് ആണെങ്കിൽ അതിനകത്ത് മാക്സിമം കറണ്ട് ആയിരിക്കും പോകുന്നത്. അതിൽ കൂടുതൽ കറണ്ട് അതിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഈ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ നോക്കി. ഇൻവെർട്ടർ പഠിക്കാനായിട്ട്, നോട്ട് ഗേറ്റ് പഠിക്കാനായിട്ട് അതിൻ്റെ ബേസ് റീജിയനിൽ NPN ട്രാൻസിസ്റ്റർ ബേസ് റീജിയനിൽ ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിങ് ആപ്ലിക്കേഷനിൽ ഓൺ സ്വിച്ചായിട്ട്, അതായത് ക്ലോസ്ഡ് സ്വിച്ചായിട്ടാണ് അത് വർക്ക് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ക്ലിയർ. ദെൻ ദിസ് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ് and collector based junction is reverse bias. That region of operation is known as active region of operation. And this is used for amplification. ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയിരിക്കണം, ആൻഡ് കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവുമ്പോൾ ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുക. ഒരു ട്രാൻസിസ്റ്റർ കൺസ്ട്രക്റ്റ് ചെയ്തത് തന്നെ, ട്രാൻസിസ്റ്റർ എന്തിനെ റീപ്ലേസ് ചെയ്യാനാണ്? നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ഈ വാക്യൂം ട്യൂബ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാക്യൂം ട്യൂബ്സ് പണ്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് വാക്യൂം ട്യൂബ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ കണ്ണൊക്കെ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു വാക്യൂത്തിലൂടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ നമ്മൾ കൺട്രോളൊക്കെ ചെയ്യും. ആനോടൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന, ആനോടിക്കിടെ കൊടുക്കുന്ന കറണ്ടൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഭയങ്കര ബൾക്കി ആയിട്ട് ഹൈലി പവർ കൺസപ്ഷൻ ആയിരുന്നു, റിലയബിൾ ആയിട്ടുള്ളൊരു ഡിവൈസ് ഒന്നും അല്ലായിരുന്നു വാക്യൂം ട്യൂബ്. അത് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ നിർമ്മിച്ചെടുത്തത് തന്നെ. അപ്പം ശരിക്കും നമ്മൾ ഈ PSCയുടെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക്സിലെ അത്ഭുത ബാലൻ എന്നൊക്കെയായിരുന്നു, വണ്ടർ ചൈൽഡ് എന്നൊക്കെയായിരുന്നു ട്രാൻസിസ്റ്ററിനെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ട്രാൻസിസ്റ്റർ വന്നോട് കൂടിയിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് ഇറക്കി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ട്രാൻസിസ്റ്റർ ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് ട്രാൻസിസ്റ്ററാണ്. കാരണം
ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ പർപ്പസ് മീറ്റ് ചെയ്യാൻ വളരെ ചെറിയൊരു ട്രാൻസിസ്റ്റർ, വളരെ ടൈനി ആയിട്ടുള്ള ഡിവൈസ് വെച്ചിട്ട് വളരെ റിലയബിളായിട്ട് ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റിയത് ട്രാൻസിസ്റ്റർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഐഡിയയിൽ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ അന്നേരം മാത്രമാണ് ഈ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ പ്രോസസ്സാണ്. അതായത് എന്താ, ഇൻപുട്ട് വേരി ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് വേരി ചെയ്യണം അല്ലേ. ഔട്ട്പുട്ട് എന്താണ് ഇൻപുട്ടിൽ വേരിയേഷൻ, അതിന് സിമിലറായിട്ട് ആംപ്ലിഫൈഡ് ആയിട്ട് ഔട്ട്പുട്ടിലൊരു വേരിയേഷൻ ഉണ്ടാവണം. അപ്പോൾ ട്രാൻസിസ്റ്റർ ലീനിയറായിട്ട് വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ്. ഓക്കെ, ലീനിയർ അതായത് ഇൻപുട്ടിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് തരുന്നത് ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ്. അപ്പോൾ ആക്റ്റീവ് റീജിയൻ ആക്കണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കണം. അതുപോലെ തന്നെ എമിറ്റർ ബേസ് ജംഗ്ഷൻ രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള റീജിയനിലാണ്. അപ്പോൾ ഈ രണ്ട് റീജിയനും, ഫസ്റ്റും ലാസ്റ്റ് റീജിയൻ, ഞാൻ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് റീജിയൻ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇപ്പം ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് കേസിലായിരുന്നു. അതായത് ഒരു ഇൻവെർട്ടർ ഗേറ്റ് റിയലൈസ് ചെയ്യുന്നത് ഈ രണ്ട് റീജിയൻ ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ കട്ട് ഓഫ് റീജിയനിൽ ഒരു കറണ്ട് പോലും പോവില്ല. സാച്ചുറേഷൻ റീജിയനിൽ മാക്സിമം കറണ്ട് ആയിരിക്കും ആ ട്രാൻസിസ്റ്ററിലൂടെ പോകുന്നത്. ഓക്കെ, ആൻഡ് ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾഡ് കറണ്ട് ആയിരിക്കും പോകുന്നത്. അതായത് ഇൻപുട്ടിനനുസരിച്ച് മാത്രം ഒരു ഔട്ട്പുട്ടിൽ ഫ്ലോ ഉണ്ടാവുന്നതിനാണ് പറയുന്നത്. ഇനി അടുത്തൊരു റീജിയനുണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും ആവുന്നൊരു റീജിയനുണ്ട്. അത് ഇൻവെർട്ടഡ് ആക്റ്റീവ് റീജിയൻ എന്നാണ് പറയുന്നത്. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത റീജിയനാണ്. അതിന് ആപ്ലിക്കേഷൻ നമുക്ക് പറയാത്തൊരു റീജിയനാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനും ഉപയോഗിക്കാറില്ല ആ റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസിസ്റ്ററിന് ആ പേര് വരാൻ തന്നെ കാരണം. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് വേർഡിൽ നിന്നാണ് വന്നത്. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന രണ്ട് വേർഡിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന് പേര് വന്നത്. ട്രാൻസ്ഫർ റെസിസ്റ്റർ, അതായത് റെസിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്തു, ട്രാൻസിസ്റ്റർ. ഓക്കെ, ഈ രണ്ട് പേരിൽ നിന്നാണ് നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. ഓക്കെ, ക്ലിയർ. എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറഞ്ഞ പേരുണ്ടായത്? ഞാനിവിടെ പറഞ്ഞു, ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ. അപ്പം ഇതിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് സാധാരണ വയ്ക്കാറ്. സോ വി ക്യാൻ emitter base junction with a resistance R, and we can have this is the collector base junction with resistance R. Okay, so emitter base junction ഫോർവേഡ് ബയാസ് ആയ കാരണം നമുക്കറിയാം, ഫോർവേഡ് ബയാസിൽ റെസിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. വളരെ സ്മോൾ റെസിസ്റ്റൻസ് ആണുള്ളത് ഫോർവേഡ് ബയാസിനകത്തുള്ളത് അല്ലേ. വളരെ ഫോർവേഡ് ബയാസ് ആക്കുമ്പോൾ തന്നെ കറണ്ട് സ്റ്റാർട്ട് ടു കട്ടിൻ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. അതുകൊണ്ട് ആ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത്, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. ഇത് ഫോർവേഡ് ബയാസാണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസാണ്. ആൻഡ് ദിസ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. സോ ദിസ് ഈസ് റിവേഴ്സ് ബയാസ് ആണ് കളക്ടർ ബേസ് ജംഗ്ഷൻ. സോ ദിസ് ആർ ഈസ് വെരി ബിഗർ. R is very bigger than this R. കാരണം ഇത് റിവേഴ്സ് ബയാസാണ്. റിവേഴ്സ് ബയാസിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഐഡിയൽ പറയുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്, ബട്ട് വളരെ വലിയൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ബട്ട് നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷനിലൂടെയും കളക്ടർ ബേസ് ജംഗ്ഷനിലൂടെയും പോകുന്ന കറണ്ട് ദിസ് I വിൽ ബി ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഞാനത് അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് I സിമിലർ ആയിട്ട് വരുന്നത് എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ I ഇൻറ്റു ആർ
ഇൻപുട്ട് വോൾട്ടേജ് വി എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. ദിസ് ഐ ഇൻറ്റു ആർ വിൽ ബി വെരി ബിഗ്, ഐ ഇൻറ്റു capital R, because R is very much bigger. So this voltage will be very much higher than this voltage. അങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്ന് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാരണം പറഞ്ഞു അത് ഞാൻ പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇത് ആംപ്ലിഫയറിൻ്റെ കേസിൽ മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇത് കോമൺ ബേസിൻ്റെ കേസിനാണ് പറയുന്നതാണ്. ഞാനത് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻ്റെ കൺസ്ട്രക്ഷനോടെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമ്മൾ കോമൺലി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം എമിറ്റർ ബേസ് ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും ഔട്ട്പുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയ കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണമാണ്. ഇത് സ്മോൾ റെസിസ്റ്ററിൽ നിന്ന് ഹയർ റെസിസ്റ്റൻസിലേക്ക് റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻപുട്ട് ജംഗ്ഷനിൽ നിന്ന് ഔട്ട്പുട്ട് ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ട്രാൻസിസ്റ്റർ എന്ന് പേര് പറയാനായിട്ട്, അതിന് പേര് വിളിക്കാനായിട്ട് കാരണം തന്നെ. ഓക്കെ, സോ ഞാനിനി പറയുന്നത് നിങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു NPN ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. PNP ട്രാൻസിസ്റ്ററും ഉണ്ട്, പക്ഷേ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന NPN ട്രാൻസിസ്റ്ററും നിങ്ങൾക്ക് പ്രോബ്ലം 90% ചോദിക്കുന്ന NPN ട്രാൻസിസ്റ്ററിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുന്നതും. സോ ഞാൻ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് NPN ട്രാൻസിസ്റ്റർ, ഇതിൻ്റെ റിവേഴ്സ് ആപ്ലിക്കേഷൻ റിവേഴ്സ് പോലെ തന്നെയാണ് PNP ട്രാൻസിസ്റ്റർ. അതിനകത്ത് NPN ട്രാൻസിസ്റ്ററിൽ ഇലക്ട്രോണാണ് മെജോറിറ്റി ക്യാരിയേഴ്സെങ്കിൽ PNPയിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ്. അത്രയും ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഫിസിക്കലായിട്ട് ഒന്ന് വരയ്ക്കാം ട്രാൻസിസ്റ്ററിനെ. സോ കൺസിഡർ this is emitter and this is base and this is collector. Okay, and so I already discussed that this emitter region is moderate size and it's highly doped. Highly doped എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണും, മെജോറിറ്റി ക്യാരിയേഴ്സ് കാണും. ആൻഡ് ദിസ് ഡോട്ട് മാർക്ക് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇലക്ട്രോൺസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ഒരു ട്രാൻസിസ്റ്റർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഡിപ്ലീഷൻ റീജിയൻ. ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. സോ ദിസ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആൻഡ് ബേസ് റീജിയൻ ഈസ് വെരി സ്മോൾ റീജിയൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ലെസ്ലി ഡോപ്ഡ്, ലൈറ്റ്ലി ആയിട്ട് ഡോപ്പ് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് only few holes are there. ഓക്കെ, വളരെ ലൈറ്റ്ലി ആയിട്ടാണ് ഡോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് N region, this is P region, this is N region again. Okay, and the collector region is moderately doped. So it's like this. It's like this. Okay, fine. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ജംഗ്ഷൻ എന്ന് പറയുന്ന രണ്ട് ജംഗ്ഷനുണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷനുണ്ട്, കളക്ടർ ബേസ് ജംഗ്ഷനുണ്ട്. സോ ദർ ഈസ് എ കട്ട് ഇൻ വോൾട്ടേജ് ഇൻ ബിറ്റ്വീൻ ദ ജംഗ്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. കുറച്ച് നമ്പേഴ്സാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 100 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കും. 100 ഇലക്ട്രോൺസ് N റീജിയനിലുണ്ട്. P റീജിയനിൽ നമുക്കൊരു 3 ഹോൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അത്രയാണ് എൻ്റെ അസംഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഫോർവേഡ് ബയാസ് ആണ് ആക്കുന്നത്. സോ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഹിയർ ഇറ്റ് ഈസ് N ടൈപ്പ്. സോ ഫോർവേഡ് ബയാസ് ആക്കാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്.
And collector base junction is reverse bias. That means N region positive കൊടുക്കും. So it is like that. And this connection is a common base connection. കാരണം ബേസ് രണ്ടിനും കോമൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എമിറ്ററിനും കോമൺ ആണ്, കളക്ടറിനും കോമൺ ആണ്. ആൻഡ് കണക്ഷൻ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. സോ ഇറ്റ് ഈസ് ലൈക്ക് കോമൺ ബേസ്. ദിസ് ഈസ് നോൺ ആസ് കോമൺ ബേസ്. കോമൺ ബേസ് ഉണ്ട്, കോമൺ എമിറ്ററുണ്ട്, കോമൺ കളക്ടറുണ്ട്. ഇവിടെ ബേസ് ആണ് ഈ ബയാസിങ്ങിൽ കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം എൻ പി ജംഗ്ഷൻ എന്ന് പറയുന്നത് ജീസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലാണ്. അപ്പോൾ ഞാനിവിടെ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ വോൾട്ടേജ് 0 വോൾട്ടേജാണ് വെച്ചിരിക്കുന്നത്. കളക്ടർ ബേസ് ജംഗ്ഷനിൽ 0 വോൾട്ടേജാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് എമിറ്റർ ബേസ് ജംഗ്ഷന് ഇപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടേജാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് എ ഡയോഡ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഡയോഡ് ലൈക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടുക എമിറ്റർ ബേസ് ജംഗ്ഷനിൽ. സോ ഈ ലെറ്റ് ദിസ് വോൾട്ടേജ് ഈസ് VEE എന്ന് പറഞ്ഞൊരു വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് ദ കറണ്ട് വിൽ ബി I. കറണ്ട് I ആണ്. ഓക്കെ, so this is like this. P കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഡയോഡ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ് ഫോം ചെയ്ത് ഡയോഡ് ലൈക്ക്. ഇവിടുത്തെ കറണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ? ബേസിലേക്ക് പോകുന്ന കറണ്ട്. കാരണം ഇവിടെ വളരെ 2-3 ഇലക്ട്രോ ഹോൾസേ ഉള്ളൂ. ആ 3 ഹോൾസിൻ്റെ റീകോമ്പിനേഷൻ മാത്രമാണ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി കഴിയുമ്പോൾ ഇവിടുത്തെ ഡിപ്ലീഷൻ, ഈ ജംഗ്ഷനിലെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുകയും 0.7 വോൾട്ടേജിന് ശേഷം ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ അവസ്ഥയിൽ 3 ഹോൾസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, 3 ഹോൾസേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ 3 ഹോൾസ് മാത്രം റീകോമ്പിനേഷൻ നടന്ന് വളരെ സ്മോൾ കറണ്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് പോവുകയുള്ളൂ. ബാക്കി ഇവിടെ 100 ഇലക്ട്രോൺസ് ആണ് ഇവിടെ നിന്ന് നമ്മൾ എമിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ബാക്കി 97 ഇലക്ട്രോൺസ് ഈ ബേസ് റീജിയൻ്റെ ഇവിടെ വന്ന് നിൽക്കും. കാരണം എന്താ? അതിന് റീകോമ്പിനേഷൻ നടത്തി ഫ്ലോ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അത് അവിടെ നിൽക്കട്ടെ, അത്രയും കാര്യം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് നോക്കാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡയോഡിൻ്റെ ഗ്രാഫ് തന്നെയാണ് വരച്ചിരിക്കുന്നത്. കട്ടിൻ വോൾട്ടേജിന് ശേഷം ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതെ, നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ലാബിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ലാബിൽ? ഫോർവേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? കാരണം ഇത് ചെയ്യുക, ഫോർവേഡിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുക. ഇത് ഇനീഷ്യലി ഈ വോൾട്ടേജ് കളക്ടർ ബേസ് വോൾട്ടേജ് 0 ആക്കി വെച്ചിട്ട് എമിറ്റർ ബേസ് വോൾട്ടേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്രാഫായിരിക്കും കിട്ടുക. ഇനി അതിനുശേഷം ഇവിടെ ഒരു വോൾട്ടേജ് വെച്ചതിന് ശേഷം, ഇവിടെയാണ് നിങ്ങളൊരു വോൾട്ടേജ് വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഇച്ചിരി ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു എമിറ്റർ ഈ വോൾട്ടേജ് തന്നെയായിരിക്കും കിട്ടുക. എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഡയോഡിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ കർവ് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക ഇൻപുട്ടിനകത്ത്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിയുമ്പോൾ. ഓക്കെ, ക്ലിയർ? ഈ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ, ഇൻപുട്ട് ജംഗ്ഷനിൽ 2 ജംഗ്ഷനിലും ഡയോഡായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസ് ആയ കാരണം നമുക്ക് ഈ ഒരു ഗ്രാഫായിരിക്കും കിട്ടുക. ഓക്കെ, ഡയോഡിൻ്റെ എന്താണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഗ്രാഫ് തന്നെയായിരിക്കും കിട്ടുക.
ഇനി എന്താണ് നോക്കുക, ഈ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റിവേഴ്സ് ബയാസിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്. ഫർദർ നോക്കുമ്പോൾ ഡൗട്ട് വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി റിവേഴ്സ് ബയാസ് ആക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇങ്ങനെയൊരു ക്യാര ആയിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് ഇഫ് ഐ ആം ഇൻക്രീസിങ് VCC ആൻഡ് ദ IC, ദാറ്റ് ഈസ് VCC വേഴ്സസ് IC എന്ന് പറയുന്നത്, ദിസ് ഈസ് okay, this is IC versus this is considered, this is VCC voltage, supply voltage is VCC. അപ്പോൾ VCC കൂട്ടിക്കഴിയുമ്പോൾ ഇത് റിവേഴ്സ് ബയാസിലായ കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു IC എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഇനീഷ്യലി ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് I0 ആയിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് ദിസ് വിൽ ബി നത്തിങ് ബട്ട് ദ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. Okay, this is the reverse characteristics of a diode. Okay, hope this is clear. Reverse characteristics of diode എന്താണ് ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് മൂലം മാത്രം ആണ് ഒരു കറണ്ട് ഫ്ലോ. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഹോളാണ് മൈനോറിറ്റി കാരിയേഴ്സ്, ഇവിടെ ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, ബേസ് റീജിയനിൽ ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആണുള്ളത്. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് ഇനി ആംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കിയ കാരണം ഇവിടെ 3 ഹോൾസേ ഉള്ളൂ. അപ്പം ഇവിടെ 100 ഇലക്ട്രോൺസ് ആണ് പോകുന്നത്. ഞാൻ ഇത്രയൊന്നും അല്ല കേട്ടോ, ഇത് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസൊക്കെയാണ് ഉള്ളത്. ബട്ട് ഞാൻ നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്പർ നമ്മുടെ മൈൻഡിലിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം 3 ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്ത് ആ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, 3 ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. സോ 3 ഇലക്ട്രോൺസ് വിൽ ബി ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് 100 ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് ആ 3 ഇലക്ട്രോൺസ് മാത്രമാണ് റീകമ്പൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക്. കാരണം ഇവിടെ ബേസ് റീജിയൻ വളരെ സ്മോൾ റീജിയനുമാണ്. അത് തന്നെയല്ല ഇവിടുത്തെ ഇപ്പോൾ ജംഗ്ഷൻ കഴിഞ്ഞു. ഇവിടുത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലാകുമ്പോൾ ഇവിടെ ജംഗ്ഷൻ ഇല്ല. ഇവിടുത്തെ 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്. 3 ഇലക്ട്രോൺസ് മാത്രമാണ് റീകമ്പൈൻ ചെയ്ത് ബേസ് റീജിയനിലേക്ക് പോയുള്ളൂ. ബാക്കി 97 ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. ഈ ബേസ് റീജിയൻ വളരെ സ്മോൾ ആണ്. സോ ഇവിടെ എന്ന് പറയുന്ന കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലാണ്. സോ റിവേഴ്സ് ബയാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ വിൽ ബി എ ഡിപ്ലീഷൻ റീജിയൻ. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കേൾക്കണം, ദർ വിൽ ബി എ ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, സോ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഈ ബേസ് റീജിയൻ വളരെ സ്മോൾ ആയിട്ടുള്ള തിന്നറായിട്ടുള്ള റീജിയനാണ്. ഇതിവിടെ ഫോർവേഡ് ബയാസാണ്, ഇവിടെ റിവേഴ്സ് ബയാസുമാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിബറേറ്റ്ലി ഈ 97 ഇലക്ട്രോൺസ് ഇതിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ ഉള്ളിലേക്ക് സൈസ് വളരെ സ്മോളായ കാരണം ബാക്കി 97 ഇലക്ട്രോൺസും ഈ ബേസ് റീജിയനിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ബേസ് റീജിയനിലേക്ക് 97 ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഈ ബേസ് റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണമാണ് നമ്മൾ ഡെലിബറേറ്റ്ലി കൂട്ടാൻ പോകുന്നത്. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, ഈ ഡയോഡിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടും. ബേസിൻ്റെയും കളക്ടറിലും ഇവിടെ 2 റിവേഴ്സ് ബയാസിലായ കാരണം ഇതിനകത്ത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം നമ്മൾ ഡെലിബറേറ്റ്ലി കൂട്ടാൻ വേണ്ടി ബയാസിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇവിടെ വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയ കാരണം 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പോയുള്ളൂ. ബാക്കി 97 ഇലക്ട്രോൺസും ഡെലിബറേറ്റ്ലി സപ്ലൈഡ് ടു ദിസ് ബേസ് റീജിയൻ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ ത്രൂ ദി
അത് ആ കറണ്ട് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ കളക്ടർ ബേസ് ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി ക്യാരിയേഴ്സാണ്. ഓക്കെ, സോ അത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ഐ ബി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഫോർവേഡ് ബയാസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ നമ്പർ ഓഫ് ഇത് സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ 97 ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ ദീസ് 97 ഇലക്ട്രോൺസ് വിൽ ബി മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ 100 ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇങ്ങോട്ട് പോയുള്ളൂ. 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് പോയത്. ഓക്കെ, സോ ദെൻ വാട്ട് വിൽ ബി ദ കറണ്ട് ഡയറക്ഷൻ? കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഐ സിയുടെ ഡയറക്ഷൻ. കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഐ സി ഡയറക്ഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തത്. സോ ഐ ബി ഡയറക്ഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ഐ ഇ ഡയറക്ഷൻ, ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്ത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് മൂവ് ചെയ്ത്. സോ ഐ ഇ ഡയറക്ഷൻ വിൽ ബി ദിസ് ഡയറക്ഷൻ. ഏത് ട്രാൻസിസ്റ്ററിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, സോ ദിസ് ഐ ഇ emitter current is equal to this collector current and base current. This is a fundamental equation for all transistor. അപ്പോൾ ആ ഇക്വേഷൻ വന്നത് ഇതിൽ നിന്നാണ്. നമ്മളിപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ആൻഡ് 3 ഇലക്ട്രോൺസ് വിൽ ബി റീകമ്പൈൻ. റിമൈനിങ് 97 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 97 ഇലക്ട്രോൺസിനെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി ക്യാരിയേഴ്സാണ്. ആ മൈനോറിറ്റി ക്യാരിയേഴ്സിൽ ഈസിലി മൂവ് ചെയ്യും. ഡ്യൂ ടു ദിസ് ഹൈ റിവേഴ്സ് ബയാസ് ഇറ്റ് ക്യാൻ ബി ഈസിലി മൂവ് ടു ദി കളക്ടർ റീജിയനിലേക്ക് മൂവ് ചെയ്യും. സോ ദിസ് കറണ്ട് ഡയറക്ഷൻ വിൽ ബി ദിസ്. സോ അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഇനീഷ്യലി I0 ആയിരുന്നു. ദെൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻപുട്ട് വോൾട്ടേജിൽ നമുക്ക് IC എന്ന് പറയുന്ന ഇതായി മാറും. ദിസ് ഈസ് ദ IC. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ബയാസിങ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇൻപുട്ടിലൂടെയുള്ള കറണ്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലൂടെയുള്ള കറണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കൂടുതൽ ബയാസിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൂടുതൽ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. കൂടുതൽ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസും കളക്ടർ റീജിയനിലേക്ക് പോവുള്ളൂ. കാരണം എന്താണ്? ഇവിടുത്തെ ലൈറ്റ്ലി ഡോപ്ഡ് ആയ കാരണം ഇവിടെ 3 ഹോൾസ് മാത്രമേ, വളരെ കുറച്ച് ഹോൾസ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് റീകോമ്പിനേഷൻ ഇവിടെ നടക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ ഡിപ്ലീഷൻ റീജിയനിലേക്കാണ് സപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. സോ സത്യത്തിൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇങ്ങനെയൊരു കണ്ടീഷനിൽ, ഇങ്ങനെയൊരു ബയാസിങ് കണ്ടീഷനിൽ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഞാൻ ഫോർവേഡ് ബയാസാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജോടെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് കുറയ്ക്കുന്നതിൻ്റെ അനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിലൂടെയുള്ള കറണ്ട് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു ഇതുപോലെയൊരു കറണ്ട് ഉണ്ടാവും, ഇതുപോലെയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. കാരണം റിവേഴ്സ് ബയാസിലാണ് ഇരിക്കുന്ന കാരണം ഇങ്ങനെയൊരു റിവേഴ്സ് കറണ്ട് ഉണ്ടാവും. ഇനി ഞാൻ കൊടുക്കുന്ന സപ്ലൈ അനുസരിച്ച് ICക്ക് ഒരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ആ ICയുടെ വേരിയേഷനാണ് എനിക്ക് ആംപ്ലിഫിക്കേഷനായിട്ട് കിട്ടുന്നത്. ഇവിടെ ഞാൻ നോക്കിക്കഴിയുമ്പോൾ ഈ IB എന്ന് പറയുന്നത്, കാരണം ഇവിടെ 100 ഇലക്ട്രോൺസിൽ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇതുമായിട്ട് റീകമ്പൈൻ ചെയ്തോളൂ. ബാക്കി 97 ഇലക്ട്രോൺസും നമുക്ക് കളക്ടർ റീജിയനിലേക്കാണ് പോയത്. ഞാൻ ഇവിടെ വരച്ചു IE = IC + IB ആണ്. സോ 100നെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ ട്രാൻസിസ്റ്റർ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. IC + IB ആണ്. IB ഈസ് വെരി സ്മോൾ ആണ്, കാരണം 3 ഇലക്ട്രോൺസ്. IB ഈസ് very small, so we can say that IE can be approximately equal to IC. ഓക്കെ, കാരണം എന്താണ്? കൂടുതൽ ഇലക്ട്രോൺസും പോയത് കളക്ടർ റീജിയനിലേക്കാണ്. അത് കാരണം IB എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും, ഞാനിതിന് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, സോ IE = IC തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞത് ഇൻപുട്ട് റീജിയനിൽ ഈ കറണ്ട് തന്നെയായിരിക്കും. ഈ കറണ്ട് ഞാൻ കോമൺ ബേസ് റീജിയനിൽ മാത്രമാണ് പറയുന്നത്. ഇൻപുട്ട് കറണ്ട് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. കാരണം ബേസ് കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഈ കേസിനകത്ത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്
ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താണ്, ഇനീഷ്യലി ഇവിടെ ഒരു റിവേഴ്സ് ബയാസ് മൂലം ഒരു കറണ്ട് ഉണ്ട്. ഓക്കെ, ഈ കളക്ടർ ബേസ് ടെൻഷനിൽ ഒരു കറണ്ട് ഉണ്ട്. ഇനി ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്ന കറണ്ടിന് വെച്ചിട്ട് എന്തോ ഒരു ആംപ്ലിഫിക്കേഷൻ നടത്തി ഞാനൊരു ഈവൻ ഒരു മില്ലി വോൾട്ടേജ് ചേഞ്ച് ഇവിടെ നടത്തി കഴിഞ്ഞാലും നമുക്ക് ഒരു വോൾട്ടേജ് ചേഞ്ച് ഇവിടെ വേരിയേഷൻ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രമുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസിലുള്ളതാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഇനി ഇൻപുട്ടിലൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ മൈക്രോ ആംപിയർ ലെവലിലൊരു കറണ്ടിന് വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന മില്ലി ആംപിയർ ലെവലിലാണ്, IC ഇൻ മില്ലി ആംപിയർ ലെവലിലാണ് ഫ്ലോ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഞാൻ കുറച്ചുകൂടെ കോമൺ എമിറ്റർ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. അപ്പോൾ ഫണ്ടമെൻ്റലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഔട്ട്പുട്ട് റീജിയനിൽ അത് റിവേഴ്സ് ബയാസ് ആയിരിക്കുന്ന കാരണം ഇനീഷ്യലി അതൊരു കോൺസ്റ്റൻറ്റ് കറണ്ടിലായിരിക്കും നിൽക്കുന്നത്. ഇനി ഞാൻ ഇൻപുട്ടിൽ എന്തൊരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ 10 മടങ്ങ് ഒരു വേരിയേഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് വേരിയേഷൻ വരാനായിട്ട് പോകുന്നത്. അത് എന്ന് പറയുന്നത് റിവേഴ്സ് കറണ്ടാണ് ഉള്ളത്. ആ റിവേഴ്സ് കറണ്ടിൽ ഉണ്ടാവുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഈക്വലൻ്റായിട്ട് നമ്മൾ ഡയോഡിൽ പറഞ്ഞ് എവരി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിലും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഗെറ്റ് ഡബിൾഡ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതുപോലെ തന്നെയാണ്. കാരണം എന്താണ്, ഇനി ഫോർവേഡ് ബയാസ് കൂടുതലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ടെൻഷനിൽ ഫോർവേഡ് ബയാസ് കൂടുതലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടുതൽ സപ്ലൈ ചെയ്യുകയാണെന്നാണ്. അപ്പോൾ അങ്ങനെ മൂലം ഉണ്ടാകുന്ന കറണ്ട് വളരെ കൂടും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ വളരെ കുറയും. ഓക്കെ, അങ്ങനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി ഞാൻ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ പറയാം. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ആംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്സ് മനസ്സിലായാൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാം ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ വരെ ഉള്ള പ്രോബ്ലംസ് ആണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഫണ്ടമെൻ്റലി മനസ്സിലായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കേസിനകത്ത് ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് കൺട്രോളിങ് ഫാക്ടർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേരി ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റർ ബേസ് ജംഗ്ഷനിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ഇൻപുട്ട് ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നത്, നമ്മൾ ആംപ്ലിഫൈ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നത് എമിറ്റർ ബേസ് ടെൻഷനിലായിരിക്കും. അങ്ങനെ ഒരു വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ മൂലം ഈ കളക്ടർ ബേസ് ടെൻഷനിൽ IC കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരുന്നു. ആ കറണ്ടിൽ ഒരു ഹയർ വേരിയേഷൻ ഉണ്ടാവും. കാരണം ഇതിനകത്തുള്ള സപ്ലൈ വോൾട്ടേജ്, ഇതിനകത്തുനിന്ന് കൊടുക്കുന്ന മൈനോറിറ്റി കാരിയേഴ്സ് സപ്ലൈ, ബേസ് റീജിയനിലേക്ക് കൊടുക്കുന്ന മൈനോറിറ്റി കാരിയേഴ്സ് സപ്ലൈക്ക് അതിന് മാത്രമുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ പറഞ്ഞ കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കോമൺ എമിറ്റർ ബയാസിങ് വെച്ചിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ ഈ ഫണ്ടമെൻ്റൽ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്, കുറച്ച് നേരത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. ഇതുവരെ പറഞ്ഞ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഫൈൻ. ഓക്കെ, ബൈ.